വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് നമ്മുടെ ഓണം എത്താറായി ഗൈസ്. ഇതൊരു ഓണം ഷോപ്പിംഗ് ബ്ലോഗ് ആണ് ഗൈസ്. അപ്പൊ നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് വന്നിട്ടില്ല. ഇപ്രാവശ്യം ഞങ്ങള് വിചാരിച്ചു ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ഓണം പറഞ്ഞാൽ നമ്മുടെ മല്ലൂസിനെ അപേക്ഷിച്ച് നമ്മുടെ മെയിൻ ആണല്ലോ ഓണം. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ് ഓണം. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഷെയർ ചെയ്യാന്ന്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് വന്നു. ഞങ്ങള് രണ്ടാളുടെ ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ വന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ ഇവിടെ മോളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മോളിൽ നിന്ന് എടുക്കത്തുള്ളൂ. അവിടെ ആകുമ്പോൾ നല്ല ക്വാളിറ്റി ഡ്രസ്സും കിട്ടും, നമുക്ക് മാച്ചിന് കിട്ടുകയും ചെയ്യും, എല്ലാം ട്വിന്നിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യം ഞങ്ങളുടെ തന്നെ എടുക്കാൻ വന്നു. പിന്നെ വീക്കെൻഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെലക്ഷൻസ് ഒന്നും കിട്ടില്ല വിചാരിച്ചു, പക്ഷെ തിരക്കുണ്ടെങ്കിൽ നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ കുറേ ടോപ്പ് നോക്കി. പിന്നെ ട്രയൽ റൂമിലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചാൻസ് കിട്ടി ഞങ്ങൾ ട്രയൽ റൂമിൽ ഓരോ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്ത ടോപ്പുകൾ. ഫസ്റ്റിലെ ടോപ്പ് ഇങ്ങനത്തെ ഒരു ടോപ്പ്, പിന്നെ സെക്കൻഡ് ടോപ്പ് ഈ ഷർട്ട് മോഡലായിരുന്നു. ഷർട്ട് താഴെ ഒരു മോഡൽ, പിന്നെ ഇത് തേർഡ് ടോപ്പാണ്. അങ്ങനെ ഒരു 4 to 5 ടോപ്സ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇട്ട് നോക്കി. ഇതൊരു ഗ്രീൻ ടോപ്പ്, ഇത് ഫ്രണ്ടിൽ പ്ലെയിൻ ആണ്, പക്ഷെ ബാക്കിലാണ് കേട്ടോ ഇതിന്റെ മോഡൽ വരുന്നത്. കുറേ ടോപ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായി ഏതെടുക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ 2 ടോപ്സൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ ഗൈസ്. എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചിലത് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ നന്നായിട്ട് കൊണ്ട് എടുത്തത്. ചിലത് പ്ലെയിൻ ആയിപ്പോയി, ബാക്ക് ഡിസൈനേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇട്ട് നോക്കിയിട്ട് കുറേ മിററിലൊക്കെ വെച്ച് നോക്കി എങ്ങനെ മാച്ച് ആണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ ചിലത് ഇഷ്ടപ്പെട്ടു. 2 ടോപ്പ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ 2 ടോപ്പ് ഞങ്ങൾ എടുത്തു കേട്ടോ ഗൈസ്. ആ വൈറ്റ് ടോപ്സ് തന്നെയാണ് എടുത്തത്. ഞാൻ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ടോപ്സ് തന്നെ ഞങ്ങൾ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഞങ്ങൾ ബില്ലിങ്ങിനും കുറേ ടൈം എടുത്തു. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക്. അപ്പം തന്നെ ഇന്നത്തെ ഓൾമോസ്റ്റ് ഡേ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് മമ്മിക്ക് എടുക്കാൻ പോയത്. അപ്പം മമ്മിക്ക് എടുക്കാൻ നേരെ പോയപ്പോൾ അതും കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ പോയി. പിന്നെ മമ്മിക്ക് കുറേ ടോപ്സ്, മമ്മിക്ക് നല്ല സെലക്ഷനിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ മമ്മിക്ക് ആദ്യമായിട്ട് ആദ്യം കുറേ കളക്ട് ചെയ്ത് വെച്ചു നല്ല നല്ല ടോപ്സ്. പിന്നെയാണ് ഇട്ട് നോക്കിയത്. അപ്പം ഈ ഗ്രീന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മമ്മിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം മമ്മി ഇട്ടിട്ട് പപ്പയ്ക്ക് പുറത്ത് പപ്പ നിൽക്കുന്നുണ്ട്. പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഞങ്ങൾ അവിടെ നിന്ന് കമൻറ്റ് ചെയ്യുക നന്നായിട്ട് അടിപൊളി അത് ഇതൊക്കെ പറയുകയാണ്. അപ്പം മമ്മീൻ്റെ സൈസിൽ കുറേ നല്ല ടോപ്സ് മമ്മിക്ക് മാച്ചാണ് ടോപ്സൊക്കെ ഇട്ട് നോക്കി. പിന്നെ മമ്മിക്ക് തന്നെ ഒന്ന് മിററിലൊക്കെ നോക്കി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞങ്ങൾ എടുത്തത്. 2 ടോപ്പ് ഇഷ്ടപ്പെട്ടു. ഈ 3 ടോപ്പ് ഇട്ട് നോക്കിയിൽ 2 ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് 2 ടോപ്പിന് എടുത്തു കേട്ടോ ഗൈസ്. എന്തായാലും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് 2 ടോപ്പ് കൊടുത്തു. പിന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, ബില്ലടിക്കാനൊക്കെ നല്ല തിരക്കായിരുന്നു. 2-3 ടോപ്പ് ഇട്ട് നോക്കി. പിന്നെ കൺഫ്യൂഷനായി ഗൈസ്, ഏതെടുക്കണ്ട. പിന്നെ ഒന്നും നോക്കില്ല, 2 ടോപ്പ് എടുത്തു. അപ്പോൾ ആദ്യം കൺഫ്യൂഷനായിരുന്നു. 3 ടോപ്പ് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ 2 ടോപ്പ് എടുത്തു. 2 ടോപ്പായിരുന്നു കുറച്ചും കൂടി സൂട്ടബിൾ. പിന്നെ ഒന്ന് നോർമൽ പോലെയായിരുന്നു. അപ്പോൾ അത് വേണ്ട പറഞ്ഞിട്ട് 2 ടോപ്പ് ഞങ്ങൾ എടുത്തു ഗൈസ്. പിന്നെ കൺഫ്യൂഷനൊക്കെ തീർത്ത് മമ്മിക്കൊക്കെ ഫൈനലായി, ഞങ്ങൾക്കും ഫൈനലായി. പിന്നെ പപ്പയ്ക്ക് അവിടെ തന്നെ പപ്പയ്ക്ക് ഉണ്ടായിരുന്നു, മേലത്തെ ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പപ്പയ്ക്ക് അവിടെ നോക്കാൻ പോയി. ആക്ച്വലി ഇത് 2-3 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഒരു ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ വ്യത്യാസം കാണുന്നത്. കാരണം ഫസ്റ്റ് ഒരു ഡേയിൽ തന്നെ നമുക്ക് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങളുടെ എടുക്കുമ്പോൾ തന്നെ കുറേ ടൈം പോയി. പിന്നെ പപ്പയ്ക്കും മമ്മിക്ക് നെക്സ്റ്റ് ഡേ ആണ് വന്നത്. നെക്സ്റ്റ് ഡേ വന്നിട്ടാണ് എടുത്തത് കേട്ടോ ഗൈസ്. അതാണ് വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ. പിന്നെ പപ്പയ്ക്ക് നോക്കി. പപ്പയ്ക്കും കുറേ സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഏതെടുക്കുക കൺഫ്യൂഷനായിരുന്നു ഗൈസ്. ഞങ്ങൾ എവിടെ പോയാലും എന്താ അറിയില്ല, നല്ല സെലക്ഷൻസ് ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ പോയിട്ട് കുറേ സെലക്ട് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ആദ്യം കുറേ പോയി സെലക്ട് ചെയ്തു. പിന്നെ ട്രയൽ റൂമിൽ പോയി പപ്പ ട്രൈ ചെയ്യാനും പോയിട്ടോ ഗൈസ്. പപ്പ ട്രൈ ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ഓരോന്ന് വീണ്ടും പപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കളറ് ഞങ്ങൾ വീണ്ടും സെലക്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ പപ്പ ട്രൈ ചെയ്ത് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കി. ചിലത് പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടു, ചിലത് അത്ര സൂട്ടബിൾ. ചിലപ്പോൾ സൈസ് വ്യത്യാസമൊക്കെ വരുമ്പോൾ അത് ഇഷ്ടപ്പെടാണ്ട് ഞങ്ങൾ റിജക്റ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടത് ആക്ച്വലി 4 ഷർട്ട്, കുറേ ഷർട്ട് പപ്പ ഇട്ട് നോക്കി. ഒരു 5 to 6 ഷർട്ട്സ് ഇട്ട് നോക്കി. അതിൽ ഓൾമോസ്റ്റ് എല്ലാ പപ്പയ്ക്ക് സൂട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഒരു 4 ഷർട്ട്സ് എടുത്തു കേട്ടോ ഗൈസ്. ഞങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ അതും എടുത്തു.
അപ്പൊ അതിൽ കുറച്ച് കൺഫ്യൂഷൻ അടിച്ചു. ആദ്യം മമ്മിന്റെ ഡ്രസ്സ് എടുക്കണ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ അടിച്ചു, എന്തെടുക്കണം എന്തെടുക്കണ്ട, ഏതാ എടുക്കേണ്ടത്, നല്ലതാണോ എല്ലാം നോക്കിയിട്ട് പിന്നെ പപ്പയ്ക്ക് കൊടുത്തു, മമ്മിക്ക് കൊടുത്തു, ഞങ്ങൾക്ക് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അവിടെ നല്ല തിരക്ക്, ബില്ലടിക്കാനൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഡ്രസ്സിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം തന്നെ രാത്രി ഓൾമോസ്റ്റ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 10 ആയിട്ടോ ഗൈസ്. അത്രയും ടൈമായി, രാത്രി 10 o'clock ആയി, അത്രയും ടൈമായി. പിന്നെ ആ ദിവസത്തെ എല്ലാ ഡ്രസ്സിന്റെ ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഗ്രോസറി ഷോപ്പ് ചെയ്യണമല്ലോ. ഓണത്തിന് നമ്മുടെ മെയിൻ ഫുഡ്, സദ്യ ഇതൊക്കെയാണല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഷോപ്പിംഗ് മോളിൽ പോയതായിരുന്നു. അത് നെക്സ്റ്റ് ഡേ ആണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഡേ പോയിട്ട് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പിംഗ് മോളിൽ നിന്ന് വാങ്ങി. അതിലും കുറച്ച് സമയം എടുത്തു. പിന്നെ കുറച്ച് സാധനമൊന്നും കിട്ടിയില്ല, അത് ഇനി പിന്നെ പോയി വാങ്ങണം. കിട്ടിയ സാധനമൊക്കെ നമ്മൾ വാങ്ങി. സദ്യക്കുള്ള സാധനം ഇപ്പോൾ ഓണം ആകാനായല്ലോ ഗൈസ്, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാ ഷോപ്പിംഗ് ചെയ്തത്, ഈ ഷോപ്പിംഗ് ഫുള്ളിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ പേര് മിസ് ചെയ്യാണ്ട് കാണുക. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എല്ലാം നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് വീഡിയോ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ ഇനി വീഡിയോസ്, എങ്ങനത്തെ വീഡിയോസൊക്കെ ഞങ്ങൾ ഇന്ന് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് സജഷനിൽ പറയാം. ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഏത് ദിവസം നല്ല തിരക്കായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ടൈം പോകുന്നേ അറിഞ്ഞില്ല. കുറേ നേരമായി ഷോപ്പ് ചെയ്യാൻ, എല്ലാം വാങ്ങി ബില്ലിടാനും കുറേ സമയം എടുത്തു. പിന്നെ ബില്ലിട്ടിട്ട് പുറത്ത് വന്നു. നല്ല ടയേർഡായിട്ടോ, ആക്ച്വലി ഷോപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടയേർഡായി. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പല ഡേയ്സ് ആയിട്ട് ഷൂട്ട് ചെയ്തോ ഗൈസ്. അതാണ് പല പല ഡ്രസ്സ്, പല പല ക്ലിപ്പിങ് നമ്മൾ പല പല ദിവസമായിട്ട് ഷോപ്പ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഡേ പോയപ്പോ ഞങ്ങളുടെ ഡ്രസ്സ് അത് ഷോപ്പിംഗ് പോലെ പിന്നെ ടൈം എടുക്കുമല്ലോ, അറിയാലോ ഗൈസ്. അപ്പൊ ചില ദിവസം ടൈം കിട്ടിയില്ല, എല്ലാവർക്കും ഒരേ 1 ഡേയിൽ തന്നെ ഷോപ്പ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അതുകൊണ്ട് 2 to 3 days ആയിട്ടൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിയാൻ തന്നെ. അപ്പൊ അതെല്ലാം ഞങ്ങൾ ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.